TDS കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഇൻകം ഏണേഴ്സിന് അവരുടെ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് TDS എന്ന് പറയുന്നത്. നമുക്കൊരു കമ്പനിക്ക് പേയ്മെന്റ് നടത്താനുണ്ടെങ്കിൽ ആ എമൗണ്ട് ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് അവിടെ നിന്ന് തന്നെ, ആ സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക. ആ ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രം കമ്പനിക്ക് പേ ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് തിരിച്ച് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. അതിൻ്റെ അകത്ത് ബുക്കിംഗ് ഫീ 50,000 ഈസ് പേയബിൾ ടു മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് TDS എന്നാണ് പറയുന്നത്. ഇപ്പം TDSന്റെ പെർസെൻറ്റേജ് എത്രയാണ്? ഇപ്പോൾ 5%, 10% വാല്യൂ ആണെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ 50,000ന്റെ 5% ആണെങ്കിൽ ആ 5% വാല്യൂ കട്ട് ചെയ്തിട്ട്, അതായത് 2,500 എന്നുള്ള എമൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രം നമുക്ക് അവിടെ കൊടുത്താൽ മതി, മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്താൽ മതി. നമ്മൾ ഡിഡക്ട് ചെയ്തിരിക്കുന്ന TDS എന്നുള്ളത് തിരിച്ച് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ടാലിയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് മെയിനായിട്ടും 3 ലെഡ്ജേഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് TDSന്റെ അകത്ത്. ഒന്ന് പാർട്ടി അക്കൗണ്ട്, പിന്നെ ഒന്ന് TDS അക്കൗണ്ട്, പിന്നെ ഒന്ന് എക്സ്പെൻസ് അക്കൗണ്ട്. ഇപ്പം നമ്മുടെ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ പാർട്ടി അക്കൗണ്ട് എന്ന് പറയുന്നത് മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. TDS അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ബുക്കിംഗ് ഫീ ആണ് നമ്മൾ പേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ബുക്കിംഗ് ഫീ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി നമുക്കത് ടാലിയിൽ ചെയ്ത് തുടങ്ങാം. അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്സ് ആയിട്ട് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് TDS ആക്ടിവേഷൻ ആണ്. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് TDS എനബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സ് TDS എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് TDS ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് F11 ഫീച്ചർ എടുക്കുക. F11 ഫീച്ചറിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് ഇനബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അത് നോ ആണ് കിടക്കുന്നത്. അത് മാറ്റി എന്ത് കൊടുക്കുക? യെസ് ആയിട്ട് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് TDS എൻട്രീസ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി TDS ഡീറ്റെയിൽസ് നമുക്ക് സെറ്റ് ഓൾട്ടർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ യെസ് എന്ന് കൊടുക്കുക. ഇവിടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ദെൻ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ, ഡിഡക്റ്റർ ടൈപ്പ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഈ ഡീറ്റെയിൽസും കൂടി ഫില്ല് ചെയ്യും. ഞാൻ ഈ ഡീറ്റെയിൽസ് സ്കിപ്പ് ചെയ്ത് പോവാണ്. ദെൻ അക്സെപ്റ്റ് ചെയ്യുക. അപ്പം TDS എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് ടാലിയിൽ വരിക. ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ നിന്നുകൊണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അവിടെ പാർട്ടി ലെഡ്ജർ എന്ന് പറയുന്നത് മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അത് കൺട്രി ക്രെഡിറ്റർ ആണ്. മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് എസ് ആയിട്ട് കൊടുക്കുക. TDS ഡിഡക്റ്റബിൾ എന്നുള്ളത് എസ് ആയിട്ട് കൊടുക്കുക. അപ്പം ഡിഡക്റ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അത് കമ്പനി റെസിഡന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡിഡക്റ്റ് TDS ഇൻ സെയിം വൗച്ചർ എന്നുള്ളത് എസ് ആയിട്ട് കൊടുക്കുക. ശേഷം അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ക്രിയേറ്റ് TDS അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പം ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിൽ തന്നെ നിന്നുകൊണ്ട് TDS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. TDS അക്കൗണ്ട് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ കീഴിലാണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളത് TDS ആണ്. നേച്ചർ ഓഫ് പേയ്മെന്റ് സാധാരണ അതിന് മുന്നേ ഉള്ള ടാലിയുടെ വേർഷൻസിൽ നേച്ചർ ഓഫ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പല പേയ്മെന്റിനനുസരിച്ചിട്ടുള്ള പല ടാക്സ് റേറ്റിൽ നമുക്ക് നേച്ചർ ഓഫ് പേയ്മെന്റ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ എന്നുള്ളത് കേസിൽ പുതിയ ടാലിയുടെ വേർഷൻസിൽ ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ന്യൂ കാറ്റഗറി കൊടുക്കുക. ന്യൂ കാറ്റഗറിയിൽ നേച്ചർ ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ്
ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ് എന്ന് പറയുന്ന ഒരു നേച്ചർ ഓഫ് പേയ്മെന്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എൻ്റെ ടാക്സ് റേറ്റ് 5% ആയിട്ട് കൊടുക്കുകയാണ്. അക്സെപ്റ്റ് ചെയ്തു. ക്രിയേഷൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത് എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ബുക്കിംഗ് ഫീ എന്നുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. TDS അപ്ലിക്കബിൾ എന്ന് തന്നെ കൊടുക്കുക. നേച്ചർ ഓഫ് പേയ്മെന്റ് ഇവിടെ ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ് സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് നേച്ചർ ഓഫ് പേയ്മെന്റ് ആണ്. ഇനി അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. അപ്പം ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൗച്ചർ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ടാലിയിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിംഗ് വൗച്ചർ സെലക്ട് ചെയ്യാം. അക്കൗണ്ടിംഗ് വൗച്ചർ സെലക്ട് ചെയ്തു. അതിനകത്ത് ജേണൽ വൗച്ചർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ജേണൽ വൗച്ചറിൽ ആദ്യം ബുക്കിംഗ് ഫീ സെലക്ട് ചെയ്യാം. ഡെബിറ്റ് അക്കൗണ്ട്, ഇവിടെ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. അടുത്തത് മഹേന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അത് മഹേന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും 47,500 ആണ്. അതായത് നമ്മുടെ ടാക്സ് കഴിഞ്ഞിട്ടുള്ളത് 50,000ന്റെ 5% ടാക്സ്, അതായത് 2,500 എന്നുള്ള എമൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒന്നും കൂടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ നമ്മൾ ന്യൂ റെഫറൻസ് കൊടുത്തു. അതിൻ്റെ എമൗണ്ട് വരുന്നത് 50,000 ആണ്. ഒന്നും കൂടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ വരുന്നത് TDS അക്കൗണ്ട് ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ 2,500 എന്നുള്ള എമൗണ്ട് ആണ് വരുന്നത്. അത് TDS ആണ്. ഈ ക്രെഡിറ്റ് സൈഡ് ഒന്നും കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് സെലക്ട് ചെയ്യണം? നമ്മുടെ ടാക്സ് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് TDS അക്കൗണ്ട് സെലക്ട് ചെയ്തു. TDS അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും 2,500 എന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മൊത്തം ബുക്കിംഗ് ഫീ എന്ന് പറയുന്നത് 50,000 ആണ്. അതിൽ മഹീന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡിന് നമ്മൾ പേ ചെയ്യേണ്ടത് 47,500 ആണ്. ബാക്കി വരുന്ന 2,500 എന്ന് പറയുന്നത് എന്താണ്? TDS അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഇനി അക്സെപ്റ്റ് ചെയ്യാം. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട്സ് ഒന്ന് കണ്ടു നോക്കാം. റിപ്പോർട്ട്സ് കാണാം. റിപ്പോർട്ട്സ് കാണാനായിട്ട് ആദ്യം ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരിക. അവിടെ ഡിസ്പ്ലേ എടുക്കുക. ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുക്കുക. TDS റിപ്പോർട്ട് ഉണ്ടാവും. TDS റിപ്പോർട്ടിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് TDS ഔട്ട്സ്റ്റാൻഡിങ്സ് എന്നുള്ളതാണ്. TDS ഔട്ട്സ്റ്റാൻഡിങ് നോക്കുമ്പോൾ ഇവിടെ ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ് എന്നുള്ള നേച്ചർ ഓഫ് പേയ്മെന്റ് ആയിട്ടുള്ള ഒരു TDS കിടപ്പുണ്ട്. ടാക്സ് റിപ്പോർട്ട് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ളത് 2,500. ഇത് നമ്മൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. അത് പെൻഡിങ് ആണ്. നമുക്കത് പേ ചെയ്യാം. ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് തിരിച്ചു വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പേയ്മെന്റ് വൗച്ചർ എടുക്കുക. പേയ്മെന്റ് വൗച്ചറിൻ്റെ അകത്ത് ഇവിടെ സ്റ്റാറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ടാക്സ് ടൈപ്പ് TDS, പീരീഡ് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 194 ഫീ ഫോർ പ്രൊഫഷണൽ സർവീസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിഡക്റ്റീവ് ടൈപ്പ് കമ്പനി, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ്, ദെൻ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ Alt+C കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. SBI, അത് ബാങ്ക് അക്കൗണ്ട് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. അക്സെപ്റ്റ് ചെയ്തു. സോ ബാങ്ക് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ TDS പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ TDS അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. SBI അക്കൗണ്ടിലേക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്. അക്കൗണ്ട് വഴി പേ ചെയ്യുന്നു. ദെൻ TDS അക്കൗണ്ട്, എൻ്റെ എമൗണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടി ഡേ ബുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ TDS റിപ്പോർട്ട്, അതിൻ്റെ അകത്ത് TDS ഔട്ട്സ്റ്റാൻഡിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
നേരത്തെ ഉണ്ടായിരുന്ന ആ റിപ്പോർട്ട് ഇവിടെ പേ ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ടാലിയിൽ TDS അക്കൗണ്ട് TDS ആക്ടിവേറ്റ് ചെയ്യുന്നതും പാർട്ടി അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതും TDS വൗച്ചർ റെക്കോർഡ് ചെയ്യുന്നതും പേയ്മെന്റ് നടത്തുന്നതും. താങ്ക് യു.